ആദ്യമായിട്ട് കണ്ണോത്ത് കാപ്പാട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾക്കും പെരിങ്കളിയാട്ടത്തിനും തെയ്യത്തിനും കോട്ടകൾക്കും ഒക്കെ പേരുകേട്ട കാസർഗോഡേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അവരുടെ നാട്ടിലെത്തുന്ന ആളുകളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാനും നല്ല രീതിയിൽ സൽക്കരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് നല്ല മനുഷ്യരുടെ നാടാണ് കാസർഗോഡ്. ഞങ്ങൾ അവരുടെ സ്നേഹം അനുഭവിച്ചറിയുകയുണ്ടായി. തെയ്യം കാണുക എന്നത് ഒരുപാട് നാളുകളായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ആഗ്രഹമാണ്. ഉത്തര കേരളത്തിൽ പ്രധാനമായിട്ടും കണ്ണൂരും കാസർഗോഡും ഉള്ള ചില ഭാഗങ്ങളിലൊക്കെ കെട്ടിയാടപ്പെടുന്ന ഒരു തെയ്യമാണ് വയനാട്ടുകുലവൻ തെയ്യം. തീയർ സമുദായത്തിൽപ്പെട്ടവരുടെ ഒരു പ്രധാന ആരാധനാ മൂർത്തിയാണ് വയനാട്ടുകുലവൻ. തീയർ സമുദായത്തിൽപ്പെട്ടവരാണ് പ്രധാനമായിട്ടും ഈ തെയ്യം കെട്ടിയാടാറ്. ഇതിനെ തൊണ്ടച്ചൻ തെയ്യം എന്നും വിളിക്കാറുണ്ട്. വയനാട്ടുകുലവൻ തെയ്യം കാണാനാണ് ഞങ്ങൾ പോയതെങ്കിലും അതിന്റെ വെള്ളാട്ടം എന്ന രൂപം മാത്രമേ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. തെയ്യത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഏതാണ്ട് 200-ൽ പരം തെയ്യക്കോലങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കണ്ണൂരും കാസർഗോഡും ഒക്കെ കെട്ടിയാടപ്പെടുന്ന വേഷങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏതാണ്ട് 200-ലധികം തെയ്യക്കോലങ്ങൾ ഉണ്ട് എന്നാണ്. അതിൽ വളരെ റെയർ ആയിട്ടുള്ളതും അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു തെയ്യക്കോലമാണ് വയനാട്ടുകുലവൻ തെയ്യം. അതിൻ്റെ വെള്ളാട്ട രൂപം മാത്രമേ ഞങ്ങൾക്ക് ചെന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ വയനാട്ടുകുലവൻ്റെ സഹോദര തുല്യനായിട്ട് കണക്കാക്കപ്പെടുന്ന കണ്ടനാർ കേളൻ്റെ ഒരു തെയ്യ രൂപമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. എറണാകുളത്തു നിന്നും രാത്രി ഒരു 11:45 കൂടിയാണ് ഞങ്ങൾ ട്രെയിനിൽ കാസർഗോഡേക്ക് പുറപ്പെട്ടത്. രാവിലെ ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി, ഒരു 6:45-7 മണിയോടുകൂടി ഞങ്ങൾ കാസർഗോഡ് എത്തിച്ചേർന്നു. അവിടുന്ന് നേരെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ബേക്കൽ ഫോർട്ട് കാണാനായിട്ട് ഞങ്ങൾ പോയി. കാസർഗോഡ് അടുത്ത് തന്നെയാണ്. അവിടുന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് കാസർഗോഡ് ബേക്കൽ ഫോർട്ട് വഴി പോകുന്ന ബസ്സുണ്ട്. അങ്ങനെ ബേക്കൽ ഫോർട്ടിലെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം തെയ്യം അല്ലെങ്കിൽ ഈ വയനാട്ടുകുലവൻ എന്ന് പറയുന്ന ഈ തെയ്യം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും ഞങ്ങൾ വേസ്റ്റ് ചെയ്യാതെ, ഒരുപാട് സമയമൊന്നും ഞങ്ങൾ അവിടെ ചിലവഴിക്കാതെ നേരെ ഞങ്ങൾ വയനാട്ടുകുലവൻ തെയ്യം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് യാത്ര ആരംഭിച്ചു. യാത്രകളിൽ എപ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള ചില ട്വിസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ മധൂർ ടെമ്പിളിലേക്ക് പോകാൻ തീരുമാനിച്ചതും അങ്ങനെയായിരുന്നു. നമ്മുടെ ഈ തെയ്യം നടക്കുന്ന അല്ലെങ്കിൽ വയനാട്ടുകുലവൻ തെയ്യം നടക്കുന്ന ആ ഒരു ദേവസ്ഥാനം, കടുമന എന്ന് പറയുന്ന ദേവസ്ഥാനം അല്ലെങ്കിൽ കുടുംബക്ഷേത്രം, ഇവിടുന്ന് ഒരു നമുക്കൊരു വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്തിയാൽ മതി എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ മധൂർ എന്ന് പറയുന്ന കാസർഗോഡ് നിന്നും 7 കിലോമീറ്റർ അടുത്തുള്ള ഒരു ശിവൻ്റെയും ഗണപതിയുടെയും ഒരു ടെമ്പിളാണ് മധൂർ ശ്രീ മദ് ആനന്ദേശ്വര സിദ്ധിവിനായക ടെമ്പിൾ. അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധൂർ ക്ഷേത്രം. ഞങ്ങൾ ചെല്ലുന്നതിന് കുറച്ച് ദിവസം മുമ്പായിരുന്നു ഇവിടുത്തെ ഉത്സവം. ക്ഷേത്രത്തിലെ ചടങ്ങുകളും അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളും ഒക്കെ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ. മധൂർ ക്ഷേത്രം വളരെ വലിയൊരു ക്ഷേത്രമാണ്. നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നുള്ള പെർമിഷൻ ഇല്ല. ആക്ച്വലി വയനാട്ടുകുലവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്ന ഈ തെയ്യം നടത്തുന്നത് അമ്പലങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദേവസ്ഥാനങ്ങളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോട് ചേർന്നിട്ടുള്ള തറവാടുകളിലോ ഒക്കെയാണ് ഈ ഒരു തെയ്യം പ്രധാനമായിട്ട് നടത്താറുള്ളത്. കാസർഗോഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നിയ ഒരു കാര്യം അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ സ്ഥലപ്പേരുകളാണ്. ബദിയടുക്ക, സുള്ളിയ, അതുപോലെ മുള്ളിയേരിയ, ഉദുമ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നു, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഒരു രസകരമായിട്ടുള്ള പേരുകളാണ് കാസർഗോഡ് മിക്ക സ്ഥലങ്ങൾക്കും ഉള്ളത്. എനിവേ ഞങ്ങൾ കാസർഗോഡ് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ ഈ പറഞ്ഞ വയനാട്ടുകുലവൻ തെയ്യം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. മുള്ളിയേരിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറി ഏതാണ്ട് കാസർഗോഡിൻ്റെ ഒരു വടക്ക് കിഴക്ക് മേഖല കർണാടക ബോർഡർ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു തെയ്യം നടക്കുന്നത്. മുള്ളിയേരിയ എന്നുള്ള സ്ഥലത്താണ് ഞങ്ങൾക്ക് താമസം ഏർപ്പാട് ചെയ്യുന്നത്. അവിടെ ഒരു ചെറിയൊരു ലോഡ്ജ് സെറ്റപ്പിൽ ഞങ്ങൾക്ക് താമസം റെഡിയാക്കിയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഈ തെയ്യം നടക്കുന്ന കടുമന എന്ന് പറയുന്ന ഈ ദേവസ്ഥാനം അല്ലെങ്കിൽ കടുമന എന്ന് പറയുന്ന ഒരു കുടുംബ ക്ഷേത്രത്തിനടുത്തേക്ക് പോയി. അങ്ങോട്ട് പോകുന്ന വഴി വളരെ രസകരമാണ്. വളരെ അതിമനോഹരമായിട്ട് ഒഴുകുന്ന ഒരു ചെറിയ പുഴ, പയസ്വിനി എന്നാണ് പുഴയുടെ പേര്. ആ പുഴ ക്രോസ് ചെയ്ത് നമുക്ക് നടന്നു വേണം ഈ ഒരു തെയ്യം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്.
അവിടെ ഉണ്ടായിരുന്ന 2 ചേട്ടന്മാർ അല്ലെങ്കിൽ നമ്മുടെ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് റിലേഷൻസ് വെച്ചിട്ട് അവരെ നമ്മൾ വിളിച്ചിരുന്നു. അവർ നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ അവിടെ ചെയ്തു തന്നിരുന്നു. അവർ അമ്പലത്തിനെക്കുറിച്ചും അതിൽ തെയ്യം നടക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ചടങ്ങുകളെക്കുറിച്ചും ഈ തെയ്യത്തിൻ്റെ കോലത്തിനെക്കുറിച്ചും ഒക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. വയനാട്ട് പുലവൻ തെയ്യം കാണാനായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് വളരെ വളരെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന ഒരു തെയ്യവും അതിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകളും ഒക്കെ ആയതുകൊണ്ട് വളരെയധികം ആളുകൾ ഈ ഒരു തെയ്യം കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് അവർക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും, അവർക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് വെള്ളം കൊടുക്കുക, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ റെഡിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇരുന്ന് എല്ലാം നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം അവർ ഈ നാട്ടുകാരും അല്ലെങ്കിൽ ആ അമ്പലത്തിലെ ആളുകളും ഒക്കെ വളരെ കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ അവരത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്കത് മനോഹരമായിട്ട് തോന്നിയത്. അതിൻ്റെ ചടങ്ങുകൾ കാണാനായിട്ടും എല്ലാവർക്കും അത് നല്ല രീതിയിൽ കാണാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, തെയ്യത്തിൻ്റെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ തെയ്യത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയുക എന്നുള്ളത് വളരെ നാളുകളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായതുകൊണ്ട് തന്നെ തെയ്യത്തിൻ്റെ ഒരുക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്ന മുഖത്തുള്ള ചായങ്ങൾ ഉണ്ടാക്കുന്നതും അതിനെ ഒരുക്കുന്നതും ഒക്കെ കാണാനായിട്ടുള്ള ആഗ്രഹം ഞാൻ അവരുടെ അടുത്ത് പ്രകടിപ്പിച്ചു. അവർ യാതൊരുവിധ മടിയും കൂടാതെ എനിക്ക് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അത് ഒരുക്കുന്ന ഒരു പിന്നാമ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് അത് ഒരുക്കുന്നത്, അലങ്കാരങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും എല്ലാ കാര്യങ്ങളും തെയ്യം ഒരുക്കുന്നതിൻ്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും മുഖത്ത് ആ ചായം ഇടുന്നതും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവരെനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരികയും കാണിച്ചു തരികയും ഒക്കെ ചെയ്തു. തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് അല്ലെങ്കിൽ ഒരുക്കം നടക്കുന്നത് പ്രത്യേക മുറികളിലാണ്. രൗദ്രഭാവത്തിലുള്ള പകയും പ്രതികാരവും സംഘർഷവും ഒക്കെയുള്ള തെയ്യരൂപങ്ങൾ സാധാരണ കാണാറുണ്ട്. ചുവപ്പാണ് ഇതിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ചായില്യം എന്നൊരു രാസപദാർത്ഥം, നമ്മുടെ അങ്ങാടിക്കടകളിലൊക്കെ ലഭിക്കുന്ന ചായില്യം എന്നൊരു പദാർത്ഥമാണ് ഈ ചുവപ്പ് നിറം കിട്ടുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. രൗദ്രഭാവത്തിനും അതുപോലെ ദേഷ്യത്തിനും ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് കൂടുതലായിട്ടും ചുവപ്പ് നിറമാണ് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തിന് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ മഞ്ഞ നിറം, വിജയത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിറം ആയിട്ടാണ് മഞ്ഞ ഉപയോഗിക്കുന്നത്. വയനാട്ട് പുലവൻ്റെ വേഷവിധാനങ്ങൾ തുന്നിപ്പിടിപ്പിക്കുകയും അതിനുവേണ്ട അലങ്കാരപ്പണികൾ ചെയ്യുകയും ഒക്കെയാണ് ഇവരിവിടെ ചെയ്യുന്നത്. സാധാരണയായിട്ട് മുഖത്തെ ചായമെഴുത്തിന് വെറ്റില നീര്, മനയോല, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചായില്യം, മഷി എന്നിവയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഓരോ വേഷത്തിനും ഓരോ എഴുത്താണ്, ഓരോ കഥയ്ക്കും മുഖത്തെഴുത്ത് വ്യത്യസ്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അലങ്കാരങ്ങൾക്ക് മെഴുക്, അതുപോലെ തന്നെ മുരിക്കിൻ്റെ തടി എന്നിവയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. സമയം മെല്ലെ മെല്ലെ പോയി. രാത്രിയായി. ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സമയം എത്തിയിരിക്കുന്നു. കടുമനിയുടെ കളിയാട്ടത്തറയിലേക്ക് തെയ്യരൂപങ്ങൾ ഓരോന്നോരോന്നായിട്ട് എത്തുകയാണ്. ചെണ്ടമേളം അതിൻ്റെ ഉച്ചസ്ഥായിലായി. സന്നിധിയിൽ ധാർമ്മിക പാളികൾക്കിടയിൽ നിന്നും സൂര്യബിംബം എന്നതുപോലെ കേരളന്റെ തേജോമയവും അല്പസമയത്തിനകം പ്രത്യക്ഷമാവുകയാണ്. തുടർന്ന് തെയ്യങ്കെട്ട് മഹോത്സവത്തിലെ പരമപ്രധാനമായ ഭക്തജനങ്ങൾ നടന്നു. എല്ലാ ഭക്തജനങ്ങളെയും ഉത്സവ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വയനാട്ടിലെ വെച്ചോ ദൈവത്തിന്റെ 4 കാലുണ്ട്. അടിയത്തിൽ ചേർന്നാമേ പഠിച്ച് 4 കറിയിലാകോലം വെച്ചത്.
മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദൈവങ്ങളാണ് തെയ്യങ്ങൾ എന്നാണ് സങ്കല്പം. ഭക്തന്റെ സങ്കടങ്ങൾക്ക് ആശ്വാസവാക്കുകൾ നൽകുന്ന ദൈവം. കുഞ്ഞെ, നീ സങ്കടപ്പെടേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് അരുൾ ചെയ്യുന്ന ദൈവം. ഭക്തനും ഭഗവാനും തമ്മിലുള്ള സംഭാഷണങ്ങൾ അത്രമേൽ ഹൃദ്യമാണ്, അത്രമേൽ മനോഹരമാണ്. മേലേരി പോലെ പൊള്ളി നിൽക്കുന്ന അവനുമേൽ, അവന്റെ പ്രശ്നങ്ങൾക്കുമേൽ ഭഗവാന്റെ വാക്കുകൾ ആശ്വാസവാക്കുകളാണ്. മേലേരിക്ക് മുകളിൽ അതൊരു തണുത്ത കാറ്റാണ്. കടുവലമടക്കലെടുക്കോ കന്നീരാശി ആധാരമായിട്ട് ഒരു നേരത്തതായ വായുമതിരത്തിനൊക്കെ വേണോ എട്ട് സിനിമത്തിന് മുമ്പ് കവിനാട് സിനിമ സർവനാഥ് കുടമ്പഴപ്പ എനക്കെന്റെ പടവാടുന്ന കണ്ടച്ച് നമ്പിയാരെ ഇതിൽ ഞാൻ മുണ്ടിയാര് നല്ലതാ ചന്ദ്ര ബാക്കിയെല്ലാവരും പോയോ? കമലാസ, പാല, ചിരുവണ്ട, വക്കീല, രാമഞ്ഞി, വെട്ടിലത്തോട് വെട്ടു സ്വരൂപത്തിന് മുമ്പ് കവിനാട് സ്വരൂപം സ്വരൂപനാഥം കൊണ്ടും കൊള്ളപ്പനൊക്കെ എൻ്റെ പടവാടുന്ന കണ്ടച്ച് നമ്പിയാരെ ഇതിലാ വേണ്ടിയാരെ നല്ലതാ അനിയായിട്ട് ഊരാവേ കാമത്തോള് നെട്ടൂരകമ്പടി വിശ്വസിക്കാതെ നെട്ടൂരകമ്പടി കാമത്തോള് ഇരക്കിടക്കലോ ഞാനും ചങ്ങാതിയോ കഞ്ഞി കുടിച്ചിനാണ് സാരഥി ആയിരുന്നല്ലോ എൻ്റെ നെട്ടൂരകമ്പടി എൻ്റെ കാമത്തോളൊന്നും അല്ലേ എങ്ങനെ കാമത്തോള് കുടിച്ച കഞ്ഞി വിശന്നിട്ടല്ല കാമത്തോള് അല്ലേ ഇരിക്കണമെങ്കിൽ കുണ്ടം കുഴപ്പിൻ്റെതായ കച്ചിരക്കുളം ആധാരമായിട്ട് വല്ലാൾക്ക് പ്രതിവല്ലാൽമാരായി അഭിമാനം പൊഴിച്ചിരിക്കുന്നതായ സമയം ഏതാണ്ട് രാത്രി 1 മണിയോടെടുക്കുന്നു. ഉറങ്ങാനുള്ള അല്ല, ചെറുതായൊന്ന് മയങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. തെയ്യത്തിൻ്റെ ചടങ്ങുകളൊന്നും അവസാനിച്ചിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്നത് ഭംഗിയായി മെടഞ്ഞെടുത്ത ഒരു തെങ്ങോലയാണ്. ഇതിലാണ് കിടപ്പ്. എന്തായാലും ഈ രാത്രി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. കടുമനയുടെ കളിയാട്ടത്തറയിൽ ഇന്ന് വയനാട്ടുകുലവൻ്റെ പെരിങ്കളിയാട്ടമാണ്. അത് കാണാനായി ആയിരങ്ങൾ പൈസ്വനി കടന്ന് കടുമനയുടെ ദേവസ്ഥാനത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചുള്ള യാത്രയിൽ തിരികെ വരും വഴി പൈസ്വനി പുഴയിൽ കുളിച്ചു. നാടിൻ്റെ ചരിത്രവും തെയ്യത്തിൻ്റെ പിന്നാമ്പുറ കഥകളും അറിഞ്ഞു. എന്തായിരിക്കും തെയ്യ കലാകാരന്മാരുടെ ബാക്കി ജീവിതം? തുടർച്ചയായി തെയ്യം കെട്ടിയാടി ആരോഗ്യം ക്ഷയിക്കുന്നവരും അപകടങ്ങൾ പറ്റുന്നവരും ഉണ്ടാകില്ലേ? സീസൺ കഴിഞ്ഞാൽ ഇവരിൽ പലരും മറ്റു ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. തെയ്യം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല എന്ന് പല കലാകാരന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരിക്കും അവരുടെ ബാക്കി ജീവിതം? കടുമനയുടെ കളിയാട്ടത്തറയിൽ നിന്ന് തിരികെ വരുമ്പോൾ ഇതുകൂടി അറിയണമെന്ന് തോന്നി. തെയ്യക്കാഴ്ചകൾ കാണിച്ചെന്ന് വിസ്മയിപ്പിച്ച കാസർഗോഡിന് നന്ദി. പുതിയ രുചികൾ പരിചയപ്പെടുത്തിയ ആ നാട്ടിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഇളയപ്പനും സന്തോഷ് മാമനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.